ഇതാണ് കറുകപ്പട്ട. ശിഖരങ്ങളിൽ നിന്നും തടിയിൽ നിന്നും നമുക്ക് പട്ട ചെത്തിയെടുക്കാട്ടോ. ഇതാണ് ഒറിജിനൽ കറുകപ്പട്ട മരം. കൊമ്പ് വെട്ടുമ്പോൾ തന്നെ ഭയങ്കര ഗന്ധമാണ്. ഇതിന് പകരമായി മറ്റേതോ മരത്തിൻ്റെ തൊലി മസാലക്കൂട്ടിൽ ചേർക്കുന്നുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഇലയ്ക്ക് എരിവും മധുരവുമാണുള്ളത്. ഇതൊക്കെ ഞങ്ങളുടെ പറമ്പിൽ താനെ മുളച്ചുണ്ടായതാട്ടോ. നമുക്ക് ഇതിൻ്റെ തോല് കുടിക്കുന്ന വെള്ളം തിളപ്പിക്കുമ്പോൾ അതിലിടാനും പറ്റും. നല്ല ടേസ്റ്റ് ആയിരിക്കും വെള്ളത്തിന്. ഇന്ന് കൂടെ അമ്മയുള്ളത് കൊണ്ടാണ് ഇത്ര ഈസിയായി തോലെടുക്കാൻ പറ്റുന്നത്. ഞങ്ങളുടെ അപ്പച്ചൻ ചേട്ടനാണ് കേട്ടോ ഇത്. തടിയിൽ നിന്നും തോലെടുക്കുന്നതും കാര്യങ്ങൾ പറഞ്ഞു തരുന്നതും ഒരു ഫുൾ വീഡിയോ ആയി ഇതിലിട്ടിട്ടുണ്ട്. എല്ലാവരും കണ്ടൊന്ന് അഭിപ്രായം പറയണേ എന്നോട്. ഇതിൽ കൊള്ളിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ആക്കിയത്. ഇതാണ് കറുകപ്പട്ട. ശിഖരങ്ങളിൽ നിന്നും തടിയിൽ നിന്നും നമുക്ക് പട്ട ചെത്തിയെടുക്കാട്ടോ. ഇതാണ് ഒറിജിനൽ കറുകപ്പട്ട മരം. കൊമ്പ് വെട്ടുമ്പോൾ തന്നെ ഭയങ്കര ഗന്ധമാണ്. ഇതിന് പകരമായി മറ്റേതോ മരത്തിൻ്റെ തൊലി മസാലക്കൂട്ടിൽ ചേർക്കുന്നുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഇലയ്ക്ക് എരിവും മധുരവുമാണുള്ളത്. ഇതൊക്കെ ഞങ്ങളുടെ പറമ്പിൽ താനെ മുളച്ചുണ്ടായതാട്ടോ. നമുക്ക് ഇതിൻ്റെ തോല് കുടിക്കുന്ന വെള്ളം തിളപ്പിക്കുമ്പോൾ അതിലിടാനും പറ്റും. നല്ല ടേസ്റ്റ് ആയിരിക്കും വെള്ളത്തിന്. ഇന്ന് കൂടെ അമ്മയുള്ളത് കൊണ്ടാണ് ഇത്ര ഈസിയായി തോലെടുക്കാൻ പറ്റുന്നത്. ഞങ്ങളുടെ അപ്പച്ചൻ ചേട്ടനാണ് കേട്ടോ ഇത്. തടിയിൽ നിന്നും തോലെടുക്കുന്നതും കാര്യങ്ങൾ പറഞ്ഞു തരുന്നതും ഒരു ഫുൾ വീഡിയോ ആയി ഇതിലിട്ടിട്ടുണ്ട്. എല്ലാവരും കണ്ടൊന്ന് അഭിപ്രായം പറയണേ എന്നോട്. ഇതിൽ കൊള്ളിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ആക്കിയത്.